നമ്മളിന്ന് നിൽക്കുന്നത് അണ്ടർ 17 ഫുട്ബോൾ ഫൈനൽ മാച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നിൽക്കുന്നത്. വളരെ വാശിയേറിയ ഒരു ഫൈനൽ പോരാട്ടമായിരുന്നു നമ്മൾ കണ്ടത്. അതിൻ്റെ കളി നിയന്ത്രിച്ച റഫറീസാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സാർ കളി? അടിപൊളി മാച്ചായിരുന്നു. കാണികൾ ആസ്വദിച്ചു, ഒഫീഷ്യൽസ് ആസ്വദിച്ചു. അങ്ങനെ വാശിയേറിയ മത്സരത്തിൽ അഗത്തി 2-1 വിജയിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെ വാശിയേറിയ ഫൈനൽ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. അണ്ടർ 17 ആന്ധ്രോ വേഴ്സസ് അഗത്തി തമ്മിലായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. വളരെ വാശിയേറിയ മത്സരം, ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു മത്സരമായിരുന്നു. എന്താണ് നമുക്ക് പ്ലേയേഴ്സിനോട്, നമുക്ക് അഗത്തിയിലെ ടീം വിന്നേഴ്സിനോട് പറയാനുള്ളതെന്ന് ചോദിക്കാം. രണ്ടാമത്തെ വർഷമാണ് അണ്ടർ 17 തന്നെ. നേരത്തെ മാത്രമേ കോട്ടനെ പക്ഷേ ഞങ്ങൾക്ക് ഒരു വാശി ഉണ്ടാനെ. ഞങ്ങളുടെ കോച്ച് ഞങ്ങളോട് ഇന്ന് തന്നെയാണ് കോച്ച് കോട്ടാണ്. കോട്ടയിലെ വില ബാക്കിലുണ്ട്, ഫാറക് സാറുണ്ട്, റഷീദ് സാറുണ്ട്, അകത്തി ഫുട്ബോൾ ഉണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഞങ്ങളുടെ ബാക്കിൽ കഷ്ടപ്പെട്ടനെ ഇത് കിട്ടാൻ വേണ്ടി. ഓൾറെഡി ഞങ്ങൾ ലക്ഷം പോയി കേരളം അങ്ങോട്ട് തോടിച്ചു മാനെ. ഇതുണ്ടാനെ വാശിയുണ്ട്, ഇതെടുപ്പായിട്ട് തന്നെ മനെ. അണ്ടർ 17 വോളിബോൾ ഫുട്ബോൾ ഞങ്ങൾ തന്നെ എടുക്കും, ആണ് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ മുഖർജി അറ്റൻഡ് ചെയ്ത് അതിൽ നാഷണൽ പോയത് കൊണ്ടാണോ? നാഷണൽ സുബർദോ ടീം കളിച്ചതാണല്ലോ നിങ്ങൾ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം എത്ര മാസം കോച്ച് ചെയ്തിട്ടുണ്ടാവും? ഒരു 15 ദിവസം കോച്ച് ചെയ്തിട്ട് മുഖർജി കവരത്തിൽ കളിക്കാൻ പോയി. എന്നിട്ട് പിന്നെ വീണ്ടും ഒരു 10 ദിവസം നാഷണൽ പോകാൻ 10 ദിവസം ക്യാമ്പ് ചെയ്തിരുന്നു നാട്ടില്. എന്നിട്ടാണ് നാഷണൽ പോയി ക്വാർട്ടർ ഫൈനൽ കളിച്ചത്. ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് സുബ്രതോ മുഖർജി നാഷണൽ ക്വാർട്ടർ ഫൈനൽ കളിച്ചു. ഇപ്പോൾ ഇവിടെ വന്ന് ഫൈനലിൽ കപ്പടിച്ച് അൽഹംദുലില്ലാ നല്ലോണം പെർഫോമൻസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടി. നമ്മുടെ കോച്ചുമാർ ആരൊക്കെയാണെന്നൊന്ന് പറയാം. കോച്ചുമാർ കോട്ടാൻ, പിന്നെ അഗത്തി ഫുട്ബോൾ അസോസിയേഷൻ കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഫാറൂഖ് സാറ്, പിന്നെ സനീഫ് സാറ്, റഷീദ് സാറ്, കമാൽ സാറ്. അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട്, എനിക്ക് തോന്നുന്നു തുടർച്ചയായിട്ട് ഒരു ടീമായിട്ട് കളിച്ചു വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടീം കോമ്പിനേഷൻ ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. എല്ലാ ക്വസ്റ്റനും എല്ലാവരും കളിക്കും. കമാൽ സാർ, ഇദ്ദേഹമാണ് PT, ഇദ്ദേഹമാണ് ഇവരെ കോച്ച് ചെയ്തതെന്ന്, ആവശ്യമായ കോച്ചിങ് ഒക്കെ നൽകിയത് കമാൽ സാറാണെന്നാണ് നമ്മുടെ ടീം പ്ലേയേഴ്സ് പറയുന്നത്. അപ്പോൾ കമാൽ സാറിനോട് ചോദിക്കാം, ഇവരുടെ ടാലന്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചോദിക്കാം. മുഖർജി ടീമാണ് ശരിക്കും. ഇത് ലക്ഷദ്വീപ് മറ്റേ സുബർദോ മുഖർജി കവരത്തിൽ പോയി വിൻ ചെയ്ത ടീമാണിത്. ഒന്ന്. രണ്ടാമത് ഞങ്ങൾ ഡൽഹിയിൽ പോയി അവിടെയും ക്വാർട്ടർ ഫൈനൽ കളിച്ച ഒരു ടീമാണ്. അതുകൊണ്ട് ടീം നല്ല ഒരു കെട്ടുറപ്പുള്ള ടീം തന്നെയാണ്. ബേസിക്കലി 1-2 വർഷമായിട്ട് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന പിള്ളേർ തന്നെയാണുള്ളത്. പിന്നെ സ്ട്രാറ്റജിയും കുഴപ്പമില്ല, നന്നായിട്ട് കളിക്കുന്നവരാണ്, മൂവ്മെൻറ്റ്സ് ഉള്ളവരാണ്, നല്ല ഫ്ലെക്സിബിൾ പിള്ളേരാണ്. അതുപോലെ 1 ടച്ച് പാസ് കളിക്കാനെല്ലാം നന്നായിട്ട് അറിയുന്ന പിള്ളേരാണ്. പിന്നെ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്ന ഈ ഗ്രൗണ്ടിനെ കുറിച്ച് ആദ്യം ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഗ്രൗണ്ടിലെ വിഡ്ത്ത് കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. എന്നാലും കുട്ടികൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മാക്സിമം കുട്ടികൾ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സായി ടീമിനായിട്ടാണ് നമ്മൾ കളിച്ചിരിക്കുന്നത്. ആന്ധ്രത്തിൽ നിന്ന് വന്ന സായിയുടെ പ്രൊഫഷണൽ കോച്ചുമാർ കോച്ച് ചെയ്തെടുത്ത് വർഷങ്ങളോളം കോച്ച് ചെയ്തൊരു ടീമിനെ എതിരായിക്കൊണ്ടാണ് നമ്മൾ കളിക്കളത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇവർ പറയുന്നു 15 ദിവസമാണ് കേവലം കോച്ചിങ് കൃത്യമായിട്ട് നടന്നിട്ടുള്ളൂ എന്ന്. അപ്പോൾ വർഷങ്ങളോളം കോച്ച് ചെയ്ത പ്രൊഫഷണൽ കോച്ചുമാരുമായിട്ട് കോച്ച് ചെയ്ത ഒരു ടീമിനോട് കളിക്കാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവോ അങ്ങനെ പോലും ഫീൽ ചെയ്തിട്ടുണ്ടോ സാർ? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതിപ്പോൾ അതിന് ഉദാഹരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ ബിൽഡ് ചെയ്ത ടീമാണ് മുഖർജിക്ക് വേണ്ടി. അപ്പോൾ ഈ വർഷം ഞങ്ങളത് മുഖർജി അടിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ടീമിൻ്റെ കെട്ടുറപ്പിന് യാതൊരു വിധത്തിലുള്ള ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഈ ആന്ധ്രോ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ അധികവും ലോങ് ബോൾ കളിക്കുന്നവരാണ്. ലോങ് ബോളും ഹൈ ബോളും ആണ് അവർ അധികം കളിക്കുന്നത്. ഞങ്ങൾക്ക് അതിലൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാലും കുട്ടികൾ അത്യാവശ്യം കാലിൽ വെച്ച് തന്നെയാണ് കളിക്കുന്നത്. അപ്പോൾ ആ ഒരു ബിൽഡപ്പിൽ തന്നെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കളി പോയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അതുപോലെ കിൾത്തനോട് ഞങ്ങൾ കളിച്ചപ്പോൾ തന്നെ ഒരുപാട് ഗോൾ ശരിക്കും സ്കോർ ചെയ്യേണ്ടതായിരുന്നു കിൾത്തനെതിരെ. പക്ഷേ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നല്ല കളിയായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇദ്ദേഹം ഇവരുടെ മറ്റൊരു കോച്ചാണ്. ഒരുപാട് കോച്ചുമാരുകൂടി കോച്ച് ചെയ്തെടുത്ത് കൊണ്ടുവന്നാണ് ഇങ്ങനെ കളിച്ച് കപ്പെടുക്കുന്നത് അഗത്തി ടീം. അപ്പോൾ സാറിന് എങ്ങനെയാണ് ഈ പ്ലേയേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്, അഗത്തി ടീമിനെ കുറിച്ച്? അകത്തെ ടീമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സർവീസിൽ ഇതുപോലൊരു ടീമിനെ ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അവരുടെ എല്ലാം കൊണ്ടും കളിയിൽ അവരുടെ ഡിസിപ്ലിൻ ആയാലും ബാക്കി ഏത് മേഖലയായാലും ദേ ആർ പെർഫെക്റ്റ്, 100% പെർഫെക്റ്റ് ആണ്. ബാക്കി കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈസൻസ് നമ്മുടെ കമാൽ സാർ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മുഖർജി കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേരുടെ വെല്ലുവിളിച്ച കുറേ ടീമുണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ താഴെ നിങ്ങൾ LSC എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച കുറേ പിള്ളേരും കുറേ ടീംസ് ഉണ്ടായിരുന്നു. അവർക്കുള്ള മറുപടിയാണ്, വെല്ലുവിളിക്കുമ്പോൾ
നോക്കിയും കണ്ടും വിളിക്കണം. താങ്ക് യു. ഈ ടെക്നിക്കൽ ഏരിയയിൽ നമുക്ക് കണ്ടു സാറ് ഒരുപാട് ഭയങ്കര ആവേശത്തിലായിരുന്നു. അങ്ങോട്ട് ബോൾ അടിക്കുക, ഇങ്ങോട്ട് ബോൾ അടിക്കുക, അങ്ങോട്ട് പാസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ സാർ എങ്ങനെയാണ്? എനിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഫുട്ബോൾ മാച്ച് ഫൈനലിനെ കുറിച്ചൊന്നും ഇതായിരുന്നു, പിന്നെ കോൺഫിഡൻസ് ആയിരുന്നു ജയിക്കുന്ന കാര്യം. അത്ര കോൺഫിഡൻസ് ഉള്ള മക്കളായിരുന്നു. അതുകൊണ്ട് മക്കൾ എനിക്ക് അത്ര 100% ഷുവറായി നമ്മൾ എന്താണ് ജയിക്കുന്നത്. നല്ലൊരു മക്ക മീൻസ് ഇത്രയും ഒരു എല്ലാത്തിനും പഞ്ച്വാലിറ്റി ആയാലും മക്കൾ പറഞ്ഞ എല്ലാത്തിനും പക്ക നല്ല ടീമാ എനിക്ക് ഇപ്പോൾ ഈ വർഷം കിട്ടിയിരിക്കും. എനിക്ക് നല്ല ഒരു എഫേർട്ട് എടുക്കേണ്ടി വന്നില്ല ഇതുവരെ. അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ഒരു 5 മണിക്ക് ഒരു മക്കൾ വാതിൽ മുട്ടുക. ഈ വർഷം അങ്ങനെ ഇല്ല. 5 മണി പറയാം, 5 മണി എല്ലാവരും റെഡി. അങ്ങനത്തെ ഒരു മക്കൾ നല്ലൊരു അകത്തിൽ നല്ലൊരു ടീമിനെ കിട്ടി ഞാൻ വളരെ ഹാപ്പി. ആ ടീം മാനേജർ ആയ സ്ഥിതിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെതായ വിന്നിങ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇത്രയുള്ള എനിക്ക് പറയാം. കുറേ അകത്തി ടീം കിൽത്താനിൽ എത്തിയത് തൊട്ട് വോളിബോൾ ആകുമ്പോഴും ഫുട്ബോളിൽ വിന്നേഴ്സ് ആകുമ്പോഴും അവർ പറയുന്ന ഒരു പേരാണ് കാട്ടാമ്പള്ളി. ഞങ്ങളുടെ കോച്ച് കാട്ടാമ്പള്ളി ആന്ധ്രോത്ത് ദ്വീപ് സ്വദേശിയാണ് അദ്ദേഹം. എന്നാൽ ആന്ധ്രോ ടീമിനെ തന്നെ തോൽപ്പിച്ച് കപ്പ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവരെ പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇവർ പ്ലാൻ ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ? സാർ എങ്ങനെയായിരുന്നു ഇവരെ ട്രെയിൻ ചെയ്യുന്നത്? ട്രെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സുബ്രത മുഖർജിയിൽ പ്രാക്ടീസ് ചെയ്ത ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഡിഫൻസിൽ നിന്ന് അറ്റാക്ക് ചെയ്യുക, ആ തിരിച്ചു വരിക, ഫുൾ ടൈം ഫുട്ബോൾ ആക്കാന്ന്, ടോട്ടൽ ഫുട്ബോളാക്കി കളിക്കാനാണ് നമ്മുടെ ടീം ഒരു സ്ട്രാറ്റജി ആയിട്ട് കളിച്ചിരിക്കുന്നത്. എല്ലാ പ്ലേയേഴ്സും അവരുടെ 100% ഇട്ടുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും 2 പ്രാവശ്യവും സുബ്രത മുഖർജിയിലും ഇപ്പോൾ നടന്ന ഈ LSGയിലും കറക്റ്റായിട്ടൊരു സക്സസ്ഫുള്ളായി കിട്ടിയത്. അതുകൊണ്ട് ആദ്യം താങ്ക്സ് പറയേണ്ട എല്ലാ മക്കളോടാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് കുട്ടികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യമാണ് സക്സസ്ഫുൾ ആകാം. അപ്പോൾ ആദ്യം മക്കൾക്കാണ് ആദ്യം താങ്ക്സ് പറയേണ്ടത് തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു താങ്കളുടെ ഒരു ദ്വീപാണല്ലോ ആന്ധ്രോത്ത്, ഓപ്പോസിറ്റ് കളിക്കുന്ന സൈഡ് പ്രൊഫഷണൽ കോച്ച്മാരൊക്കെ കളിപ്പിച്ച്. അപ്പോൾ താങ്കൾക്ക് അവരുടെ ഏത് രീതിയിലാണ് കളിയെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. കുറേ കാലം നാട്ടിൽ കളിക്കുമ്പോൾ, ഹോം ഗ്രൗണ്ടിൽ കളിച്ച് അവരുടെ കൂടെ കളിക്കുമ്പോൾ അറിയാമല്ലോ ഹൈ ബോളാണ് അവർ കളിക്കുക ആന്ധ്രോത്ത് ടീം. അപ്പോൾ അതുകൊണ്ടാണോ ഗ്രൗണ്ട് പാസ് നമ്മുടെ ടീമിനെ കളിപ്പിച്ചത്, അകത്തി ടീമിനെ? തീർച്ചയായിട്ടും. ഞാൻ ഇത്രയും കാലം സായിൽ എൻ്റെ സാറായിരുന്നു, എൻ്റെ കോച്ചായിരുന്നു ഷഫീഖ് സാർ. ആ സാറിൻ്റെ താഴെയാണ് ഞാൻ കളിച്ചതും വളർന്നതും. എല്ലാ ടാക്ടിക്സും കാര്യങ്ങളൊക്കെ എനിക്ക് അറിവ് മൊത്തം കിട്ടിയത് എൻ്റെ കോച്ചായ ഷഫീഖ് സാറിൽ നിന്നാണ്. ആ കോച്ചിങ് കൊണ്ടാണ് ഞാൻ ഈ കുട്ടികളെ 2 പ്രാവശ്യം ട്രെയിൻ ചെയ്തു. 2ലും നല്ല റിസൾട്ട് തന്നെ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അഗത്തി ടീം എന്തുകൊണ്ട് സുബ്രതോ മുഖർജിയിൽ നാഷണൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് കിൽത്താനിലെ LSGയിൽ വീണ്ടും വിന്നറായി തിരിച്ചു വരുന്നു, തുടർച്ചയായ വിജയത്തിലേക്ക് നയിക്കുന്നത് അവിടുത്തെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവിടെ ഒരുപാട് കോച്ചുമാർ, ഒരുപാട് ക്ലബ്ബുകാർ, ഫുട്ബോൾ അസോസിയേഷൻ, ഇവരുടെയൊക്കെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ ടീം വീണ്ടും വിജയത്തിലേക്ക് കുതിക്കുന്നത്. എങ്ങനെയാണ് ഫുട്ബോൾ അസോസിയേഷൻ ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് തയ്യാറാക്കിയത്? അല്ല, ഞാൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് അല്ല, അവിടുത്തെ ട്രഷററാണ്. സെക്രട്ടറി ഇനായത്താണ്, പ്രസിഡന്റ് ഇനായത്താണ്. അവിടുത്തെ കുറേ കൂട്ടായ്മ ഉണ്ട്, ഫുട്ബോൾ അസോസിയേഷൻ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കുറേ കൂട്ടായ്മ ഉണ്ട്. അവരൊക്കെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സുബ്രത മുഖർജിക്ക് വേണ്ടി പിള്ളേരെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് സംഭവം. പിന്നെ പിള്ളേരുടെ കൂടെ ഹാർഡ് വർക്കും അതാണ് ടീമിന്റെ വിജയത്തിന്റെ കാരണം. അപ്പോൾ കുറേ ദിവസം എടുത്തോ ഇവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്? അധികം ദിവസം ഒന്നും കാരണം പിള്ളേർ കളിക്കുന്ന കുട്ടികളാണ്, അത്യാവശ്യം കളിച്ച് വരുന്ന പിള്ളേരാണ്. പിന്നെ കോച്ച് നമ്മുടെ റോഷൻ ഉണ്ടായിരുന്നു, അസുർ സാർ ഉണ്ടായിരുന്നു. അസുർ സാർ കുറേ ട്രെയിൻ ചെയ്തു. പിന്നെ കാട്ടാമ്പള്ളി, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു ടീം എഫേർട്ടാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇദ്ദേഹം അഗത്തിയിലെ ഫുട്ബോൾ അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ സാർ എങ്ങനെയായിരുന്നു, കുട്ടികൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു നിങ്ങൾ കോച്ച് ചെയ്യാനും ബാക്കിയുള്ളതിനൊക്കെ വിളിക്കുമ്പോൾ? നമ്മുടെ ടീം എങ്ങനെയായിരുന്നു? ടീം അടിപൊളി ടീമാണ്. പക്ഷേ കോച്ചിങ് കാര്യങ്ങളൊക്കെ ഇവരൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ മുഖർജി തൊട്ട് അന്ന് ഒരുമിച്ചാണ് നടന്നുകൊണ്ടിരുന്നതും കളിക്കണതും പ്രാക്ടീസ് ചെയ്യണതും. അതിൻ്റെയൊക്കെ എഫേർട്ടാണ് കാണിച്ചത്. ഓക്കെ, അപ്പോൾ സബീർ സാർ, എന്തായാലും താങ്കൾ മിസ് ചെയ്യാൻ പറ്റില്ല. താങ്കൾ വളരെയധികം വാശിയിലാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വാശി താങ്കൾക്കാണ് കപ്പ് വേണമെന്നുള്ള. വോളിബോൾ കഴിഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു എനിക്കൊരു ടെൻഷനും ഇല്ല, ഫുട്ബോൾ ഞങ്ങൾ തൂക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ തൂക്കിയിരിക്കുകയാണ്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? കോൺഫിഡൻറ്റ് തരുന്ന നമുക്ക് തരുന്ന പ്ലേയേഴ്സാണ്. കാരണം അവരുടെ എഫേർട്ടിനുള്ള റിസൾട്ടാണ് ഗ്രൗണ്ട് തരുന്നത് നമുക്ക്. അവർ അത്യാവശ്യമായിട്ട് ഒരു വർഷത്തിനോളം അടുത്ത്, അതായത് മെൻസൂണിലൊക്കെ നീലഗിരി ടൂർണമെൻ്റ് എന്ന് പറഞ്ഞ ഒരു കവർത്തി ടൂർണമെൻറ്റാണ് ഈ ടീം ആദ്യമായിട്ട് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ അപ്പോൾ ഏകദേശം 2 വർഷമായി ഈ ടീം കളിക്കുന്നു. പക്ഷേ
അസോസിയേഷൻ ഏറ്റെടുത്തിട്ട് ഒരു വർഷത്തോളമായി. ഇപ്പോൾ ആ റിസൾട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഇതേപോലെ അസോസിയേഷനുകൾ ശക്തമായി ഏതൊക്കെ ദ്വീപുകളുണ്ടോ അവിടെയൊക്കെ റിസൾട്ടുകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സായി ഇല്ല, കോച്ചസ് ഇല്ല, എന്നിരുന്നാലും നാട്ടുകാരുടെ പ്രയത്നം കൊണ്ട് ഇവരുടെയൊക്കെ കഠിനമായ ശ്രമം കൊണ്ട് നമ്മളിതാ മാഷാ അല്ലാ ഇത്ര ഈ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനി അടുത്ത പുതിയ ഒരു 70 ആണ് ഇനി വരാൻ പോകുന്നത്. ഈ 90 കൂടി അടുത്ത വർഷം ഉണ്ടാവും. പുതിയ 70 കൂടി ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അമിനി ടീം വരുമ്പോൾ അതൊരു അക്കാഡമിയിൽ നിന്ന് വരുന്നതാണ്. അല്ലെങ്കിൽ ആന്ധ്രോത്തിൽ നിന്നൊരു ടീം റെപ്രസെൻറ്റേറ്റ് ചെയ്യുമ്പോൾ അത് സായിയുടെ പ്രൊഫഷണൽ കോച്ചുമാർ കോച്ച് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ അകത്തിന്ന് വരുമ്പോൾ അകത്തിന്ന് അവിടുത്തെ ഫുട്ബോൾ അസോസിയേഷനും അവിടുത്തെ സാധാരണ കോച്ചുമാർ കോച്ച് ചെയ്തെടുത്തുകൊണ്ട് വരുന്നവരാണ് വിന്നറാവുന്നത്. അപ്പോൾ എല്ലാ ദ്വീപുകളിലും അക്കാഡമികളും സായി സെൻറ്ററുകളും 10 ദ്വീപുകളിലും വരട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാവരും ഇതേപോലെ കോച്ച് കിട്ടി കളിക്കാനുള്ള ഒരു അവസരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഒരുക്കണം എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലേ സാർ? ഒരു കാര്യം കൂടി പറയുകയാണ്, നമുക്ക് ഈ കുട്ടികളെ തരുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സാണ്. അവരോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. കാരണം അവർ വിചാരിച്ചാൽ നമുക്ക് മോശം കുട്ടികളെ തരാം, പക്ഷേ കാലിബറുള്ള കുട്ടികളെ കണ്ടെത്തുന്നതും ഇതിൽ നിന്നൊക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സാണ്. അവരുടെ സേവനം മനോഹരമല്ലെങ്കിൽ ആ ടീം ഫ്ലോപ്പായിരിക്കും. പക്ഷെ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് നമുക്ക് വേണ്ടി പ്രയത്നിക്കുന്നത്. അതേപോലെ അസോസിയേഷനുകൾ എല്ലാം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർമാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തെ നമ്മൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ലക്ഷദ്വീപിൽ ഒരു ചരിത്രം ഇങ്ങനെ ഇതുകൊണ്ടിരിക്കും. മുഖർജി എന്നുള്ളത് വേറെ ലെവലിലോട്ട് നമ്മളിപ്പോൾ സ്കൂൾ നാഷണൽ നല്ലൊരു ടീമാണ് 17 ടീം പോകാൻ പോകുന്നത്. ഇൻഷാ അല്ലാ നമ്മൾ അവിടെയും ചരിത്രം നമ്മൾ കുറിക്കും. മാഷാ അല്ലാ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഓക്കെ, തീർച്ചയായിട്ടും അഗത്തി ടീം നാഷണലിൽ പോവട്ടെ. നമുക്ക് നാഷണലിലും ഇതേപോലെ കപ്പ് ഉയർത്താനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിവേ ഇത്രയും നേരം ഞങ്ങളോട് അഭിമുഖത്തിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.